വ്യവസായ മന്ത്രി പി രാജീവിന്റെ അമേരിക്കൻ സന്ദർശനത്തിനുള്ള അനുമതി കേന്ദ്ര സർക്കാർ വെട്ടി. എന്തുകൊണ്ടായിരിക്കും ഇത് വെട്ടിയത്? വേറൊന്നും കൊണ്ടല്ല, കേരളവും മലയാളികളും ലോകത്തിന്റെ അംഗീകാരം നേടുന്നതെന്നും മോദിക്കും സംഘികൾക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. പോരാത്തതിന് ഇടതുപക്ഷത്തിന്റെ ഭരണ നേട്ടം കൂടിയാകുമ്പോൾ അവർക്കത് ആലോചിക്കാനേ വയ്യ. രണ്ടാം പിണറായി സർക്കാർ നടപ്പിലാക്കിയ സംരംഭകത്വ വർഷം പദ്ധതിക്ക് അമേരിക്കൻ സൊസൈറ്റി ഫോർ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അഥവാ ASPA അപൂർവ അംഗീകാരം ഇന്നൊവേഷൻ ആൻഡ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അവാർഡ് കിട്ടിയിരിക്കുകയാണ്. 157 വർഷത്തെ ചരിത്രത്തിൽ ഇന്ത്യയിൽ നിന്നുള്ളൊരു പദ്ധതിക്ക് ഈ അംഗീകാരം ലഭിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. ഇത്തരത്തിലുള്ള ആദ്യത്തെ ഇന്ത്യൻ പദ്ധതി എന്ന നിലയിൽ സവിശേഷമായ പ്രാധാന്യമാണ് ഈ സംരംഭക വർഷം പദ്ധതിക്ക് സൊസൈറ്റി നൽകിയത്. മാർച്ച് 28 മുതൽ ഏപ്രിൽ 1 വരെ വാഷിംഗ്ടൺ DC നടക്കുന്ന ASPAയുടെ വാർഷിക സമ്മേളനത്തിൽ ഈ വിഷയത്തിൽ പേപ്പർ പ്രസന്റേഷന് വ്യവസായ മന്ത്രി പി രാജീവിനെ തന്നെ അവർ ക്ഷണിക്കുകയും ചെയ്തു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻഡോർ നടത്തിയ പഠന റിപ്പോർട്ട് കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ സർക്കാരിന് കൈമാറിയതിനു ശേഷമാണ് അംഗീകാരം ലഭിച്ചത്. ASPA വാർഷിക സമ്മേളനത്തിൽ ഈ അംഗീകാരം ലഭിച്ചത് ഏറെ പ്രതീക്ഷ നൽകുന്നതാണെന്ന് IIM ഇൻഡോർ ഡയറക്ടർ ഹിമാൻഷു റോയ് വാർത്താ സമ്മേളനത്തിൽ പങ്കുവയ്ക്കുകയും പദ്ധതി നേടിയെടുത്ത ആഗോള ശ്രദ്ധ എടുത്തു കാണിക്കുകയും ചെയ്തിരുന്നു. ഇത്തരമൊരു അഭിമാനകരമായ വേദിയിൽ കേരളത്തിന് അതിൻ്റെ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കാൻ അവസരം ലഭിച്ചത് ഒരു സുപ്രധാന നേട്ടമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ അപൂർവ അവസരമാണ് ഇപ്പോൾ മോദിയും സംഘവും തട്ടിക്കളഞ്ഞിരിക്കുന്നത്. കേരളത്തെ തകർക്കാൻ BJPക്കാർ എന്ത് നെറികേടും കാണിക്കും. അവകാശപ്പെട്ട നികുതി വിഹിതം തടഞ്ഞും വായ്പാ പരിധി വെട്ടിച്ചുരുക്കിയും ദുരന്തമുഖത്ത് പോലും രാഷ്ട്രീയം കളിച്ചും അവരത് തെളിയിച്ചിട്ടുമുണ്ട്. അതിലേക്ക് കൂട്ടിച്ചേർക്കാവുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് മന്ത്രി രാജീവിൻ്റെ അനുമതി തടഞ്ഞ ഈ കുരുപൊട്ടൽ. എത്രയൊക്കെ ദ്രോഹിച്ചിട്ടും കഴുത്ത് ഞെരിച്ചിട്ടും കേരളം വീണ്ടും വീണ്ടും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണ്. ലോകത്തിൻ്റെ അംഗീകാരം വാരി കൂട്ടുകയാണ്. അപ്പോൾ പിന്നെ സംഘികൾക്ക് ക്രിമികടി കൂടും, സ്വാഭാവികം. പക്ഷെ ഒന്നും ചെയ്യാനില്ല, ഈ ക്രിമികടിക്ക് മരുന്നില്ല. ദിസ് ഈസ് ഇൻക്യൂറബിൾ.